നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവ്. പ്രോസിക്യൂഷന്റെയും പ്രതികളുടെയും വാദം കേട്ട ശേഷമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജി ഹണി എം വർഗീസ് ശിക്ഷ വിധിച്ചത്. പൾസർ സുനിയെ കൂടാതെ മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, ബി ബിജീഷ്, എച്ച് സലിം, പ്രദീപ് എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്. വിധി പറയുമ്പോൾ 6 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ശിക്ഷയിൽ ഇളവ് നൽകണമെന്നായിരുന്നു പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഇരുപക്ഷത്തിന്റെയും വാദം കേട്ട ശേഷമാണ് കോടതി വിധി പുറപ്പെടുവിച്ചത്. പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി തള്ളി. എല്ലാ പ്രതികളിൽ നിന്നും 50,000 രൂപ വീതം പിഴ ഈടാക്കും. കൂടാതെ 5 ലക്ഷം രൂപ ഇരയ്ക്ക് നൽകണമെന്നും കോടതി പറഞ്ഞു. കേസിലെ ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സൂക്ഷിക്കണം. ഇരയുടെ സ്വകാര്യതയെ ഒരു തരത്തിലും ബാധിക്കാത്ത വിധത്തിൽ ഇവ സൂക്ഷിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. നടിയെ ആക്രമിച്ച അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ 7-ാം പ്രതി ചാർലി തോമസ്, 8-ാം പ്രതി നടൻ ദിലീപ്, 9-ാം പ്രതി സനൽകുമാർ, 10-ാം പ്രതി ശരത് ജി നായർ എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. ദിലീപിനെതിരെയുള്ള ക്രിമിനൽ ഗൂഢാലോചന കുറ്റവും തെളിവ് നശിപ്പിച്ചെന്ന കുറ്റവും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി വിലയിരുത്തി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിട്ടയക്കപ്പെട്ടെങ്കിലും പ്രതി സനൽകുമാർ പോക്സോ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ തുടരും. കേസിൽ വിധി വരുന്നത് സംഭവം നടന്ന് 8 വർഷത്തിന് ശേഷമാണ്. 2017 ഫെബ്രുവരി 17-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്.